ഏക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ അച്ഛന്മാര്, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ചെറിയതായിട്ടൊരു ധ്യാനചിന്ത പറയാമെന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഒരു സങ്കീർത്തനത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നത് മാത്രമാണ്. നിങ്ങൾക്ക് വളരെ സുപരിചിതമായിരിക്കും 55-ാം സങ്കീർത്തനം. 55-ാം സങ്കീർത്തനം ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും നല്ലതാണ്. ഞാൻ എറണാകുളത്ത് കൊച്ചച്ഛനായിരിക്കുമ്പോൾ ഇത്തിരി സങ്കടവും ദുഃഖവും ഉള്ളപ്പോൾ എൻ്റെ കൂടെ ഒരു വല്യച്ഛനുണ്ടായിരുന്നു, വികാരിയച്ഛൻ. അപ്പം ഞാൻ അച്ഛനോട് കാര്യങ്ങളൊക്കെ, അച്ഛനറിയാം വല്യച്ഛനെ, OV എലിയാസ് അച്ഛൻ എന്ന് പറയും. അച്ഛൻ എന്നെ ഇത് വായിച്ചു കേൾപ്പിച്ചു. അപ്പോൾ ഒരാശ്വാസം, സങ്കീർത്തനത്തിൻ്റെ ഒരു മെച്ചം അതാണ്. ദുഃഖവും സങ്കടവും ഒക്കെ വരുമ്പോൾ ഒരാശ്വാസം, ഒരു പ്രത്യാശ ഇത് കിട്ടുന്ന. നമുക്കൊരു ധാരണയുണ്ട്, സങ്കീർത്തനം ആകപ്പാടെ വായിക്കുന്നത് എവിടെയാണ്? മരണവീട്ടിൽ വായിക്കാനുള്ള ഒരു സംഗതിയായിട്ടാണ് പലർക്കും. കൊച്ചു പിള്ളേരോട് ചിലപ്പം ചോദിച്ചാൽ അവർ പറയും മരണവീട്ടിൽ വായിക്കുന്നതാണ്. അങ്ങനെ പല പാട്ടുകളും നമ്മൾ അതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഇത് സങ്കീർത്തനം അതിനുള്ളതല്ല, എപ്പോഴും എന്നും നമുക്ക് ഉരുടാനും പ്രാർത്ഥിക്കാനുമായിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം ശൗമേലിൻ്റെ 2-ാം പുസ്തകം 15, 16, 17 അധ്യായങ്ങൾ വായിക്കുമ്പോഴാണ് അത് കിട്ടുന്നത്. 2-ാം പുസ്തകം 15, 16, 17 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം കിട്ടും. ഇത് മുഴുവൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ അധ്യായം സൗകര്യമായിട്ട് പഠിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് ഒരു ഇതായിട്ട് ഉപയോഗിക്കും. 2 ശൗമേൽ 15, 16, 17 അധ്യായങ്ങൾ. ഇസ്രായേലിൻ്റെ പ്രഗത്ഭനായ രാജാവായിരുന്നു ദാവീദ്. പ്രഗത്ഭൻ എന്ന് പറഞ്ഞാൽ അതിപ്രഗത്ഭനായ രാജാവ് ദാവീദ്. അത് തനിക്ക് പറ്റുന്ന തെറ്റുകൾക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ കിടന്ന് മാപ്പ് ചോദിക്കാൻ സന്നദ്ധനാണ് എപ്പോഴും. അവിടെ ദൈവത്തിൻ്റെ മുമ്പാകെ താൻ ഇമ്മിണി വലുതാണെന്നുള്ള വിചാരമില്ലാത്ത ഒരു ശ്രേഷ്ഠനായ ഒരു രാജാവ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലുണ്ടായ ഒരു മൂല്യ തകർച്ചയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ബാക്കി പത്രം. മകനായ അബ്ശാലോം, നിങ്ങൾക്ക് കഥയെല്ലാം അറിയാവുന്നതുകൊണ്ട് അത് വിവരിക്കേണ്ട. അബ്ശാലോം സൂത്രം, ഇത് വലിയ മിടുക്കനായ രാജാവായിട്ടും കാര്യങ്ങൾ അറിഞ്ഞില്ല. മകൻ താഴെയിരുന്ന് പണി പറ്റിക്കുന്നവർ അപ്പന് പിടികിട്ടിയില്ല. അവസാനം ഇറങ്ങി ഓടുന്ന സമയത്താണ് താൻ സ്നേഹിച്ച പുത്രൻ, തൻ്റെ പിൻഗാമിയാകുമെന്ന് കരുതിയ പുത്രൻ തനിക്ക് പണി തന്നുകൊണ്ടിരിക്കുന്ന വിവരം ദാവീദ് അറിയുന്നത്. ഇറങ്ങി ഓടുകയാണ്, പലായനം ചെയ്യുന്ന സമയത്ത് ദാവീദ് പാടിയ പാട്ടാണിത്. അവിടുത്തെ 1-2 വാക്യങ്ങൾ ഹൃദയവേദനാജനകമാണ്. അത് ഞാൻ വായിക്കാം. അവിടെ പറയുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ യാചനകൾക്ക് മറിഞ്ഞിരിക്കരുത്, എനിക്ക് ചെവി തന്ന് ഉത്തരമരുളണമേ. ശത്രുവിൻ്റെ ആരവ് നിമിത്തം ദുഷ്ടൻ്റെ പീഡ നിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു, കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു. മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു. ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു. പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. പിന്നത്തേതാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. അതേ, ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. ഏകാന്തമായ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ളതായ വാഞ്ച വേദനയുടെ നടുവിൽ ദാവീദ് പ്രകടിപ്പിക്കുകയാണ്. കാരണം എന്താ കാരണം അറിയാം? താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 12, 13 വാക്യങ്ങളിൽ പറയുന്നു, എന്നെ നിന്ദിച്ചതൊരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എൻ്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ പായിക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറിഞ്ഞുകൊള്ളുമായിരുന്നു. നീയോ എന്നോട് സമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതനുമായിരുന്നു. അത് മകനെ മാത്രം ഉദ്ദേശിച്ചല്ല, മകൻ്റെ കാര്യം നോക്കിയെടുക്കാം. പക്ഷേ ദാവീദിന്
ഉപദേശം കൊടുത്തുകൊണ്ടിരുന്ന ഒരു ദൈവിക തുല്യനായ, പ്രവാചക തുല്യനായ ഒരു ആളുണ്ടായിരുന്നു. അഹിതോഫൽ എന്ന് അദ്ദേഹത്തെ അവിടെ പറഞ്ഞിട്ട് വായിച്ചാൽ കാണും. അദ്ദേഹം മകൻ ചുമതലയേറ്റപ്പോൾ മകൻ്റെ കൂടെ കൂടി ഈ പക്ഷം മറിഞ്ഞു. അതാ പറഞ്ഞു, എപ്പോഴും ഞാൻ നിന്നോട് മധുര സംസാരം നടത്തിയിരുന്ന നീ പോലും എനിക്കെതിരായി. എൻ്റെ ശത്രു അല്ലല്ലോ, എൻ്റെ രഹസ്യങ്ങൾ അറിയുന്നവനാണ്. നമുക്ക് ഏറ്റവും വലിയ വേദന ഉണ്ടാകുന്ന സമയമെന്ന് പറയുന്നത് ശത്രു നമ്മളെ പീഡിപ്പിക്കുമ്പോഴല്ല, മിത്രം നമ്മെ പീഡിപ്പിക്കുക, നമ്മൾ പ്രിയപ്പെട്ടവർ നമ്മളെ വേദനിപ്പിക്കുക ഒക്കെ ചെയ്യുമ്പോഴാണ് ആ വേദനയ്ക്ക് ഭയങ്കരമായ ആഴമുണ്ട് കേട്ടോ. അതനുഭവിച്ചിട്ടുള്ളവരൊക്കെ അത് മനസ്സിലാവുള്ളൂ, അതിൻ്റെ ആഴം. അത്രമാത്രം കഠിനമായി വേദനപ്പെട്ട ദാവീദ് പാടുന്ന പാട്ടാണ്. അഹിതോഫൽ മറിഞ്ഞു. യൂദയുടെ പണി ചെയ്തവർക്കെല്ലാം യൂദയുടെ പണിയാണ് കിട്ടിയത്. അവസാനം ദാവീദിൻ്റെ ഒരു പടനായകൻ ശത്രുപക്ഷത്ത് ചേരുന്നുണ്ട്. അതെന്തിനാണെന്നറിയാമോ? അബ്ശാലോമിനെ വശീകരിച്ച് കുതന്ത്രങ്ങൾ മുഴഞ്ഞ് അവനെ തോൽപ്പിക്കാൻ, അല്ലാതെ അബ്ശാലോമിനെ സഹായിക്കാനല്ല. അവൻ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഈ അബ്ശാലോമിനെ വശീകരിക്കുന്നുണ്ട്. വശീകരണത്തിൻ്റെ അവസാനം തൻ്റെ വാക്ക് അബ്ശാലോം കേട്ടില്ല എന്ന് പറഞ്ഞ് അഹിതോഫൽ തൂങ്ങിച്ചാകുകയാണ്. യൂദയും അത് തന്നെയാണ് ചെയ്തത്. നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് സ്നേഹത്തിന് വില പറയുന്നവർ, ആത്മാർത്ഥതയ്ക്ക് വില പറയുന്നവർക്ക് കിട്ടുന്ന അനന്തരഫലമാണത്. പിന്നെ അവർക്ക് വേറെ കാര്യമില്ല. അത്രമാത്രം ദാവീദ് സ്ഥാനം കൊടുത്തിരുന്നതായ ഒരു മനുഷ്യനാണ് അഹിതോഫൽ. ആ അഹിതോഫലാണ് ദാവീദിനെ ഏറ്റവും വലിയ ശത്രുവായി ദാവീദിനെതിരായി പ്രവർത്തിച്ചത്. നാം ഓർക്കേണ്ടതായ സംഗതി, ദാവീദ് എന്നിട്ട് ഓടിപ്പോവുകയാണ്, ആരുമില്ല കൂടെ, കുറേ പട്ടാളക്കാരുള്ളൂ. ഇതിനേക്കാൾ രസകരമായ വിഷയം ആ ഭാഗത്ത് വായിക്കുമ്പോൾ ശൗലിൻ്റെ ഒരു മകൻ ദാവീദിനെതിരെ പറയുന്നുണ്ട്, നീ ശൗലിൻ്റെ രക്തം നിൻ്റെ മേലുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ശാപമാണ് നീ ഏൽക്കുന്നത്. നീ എന്ന് പറഞ്ഞ് പ്രാകുകയും ശപിക്കുകയും ചെയ്യുക. അപ്പം കൂടെ ഉണ്ടായിരുന്ന പടനായകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഈ പീറ പട്ടിയെ വെട്ടി കൊല്ലട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പം പറയുന്നുണ്ട്, ദൈവം പറഞ്ഞു കാണും എന്നെ ശപിക്കാൻ. അങ്ങനെ നമുക്കാർക്കെങ്കിലും പറയാം? ദാവീദിനെ പറ്റുള്ളൂ. ദൈവം പറഞ്ഞു കാണും എന്നെ ശപിക്കാൻ, അവൻ ശപിച്ചോട്ടെ, അതിന് നിനക്കെന്നാ കാര്യമെന്ന് ചോദിക്കുക. അവിടെയാണ് നമ്മൾ സംഖ്യാപുസ്തകം 21, 22 അധ്യായങ്ങൾ വായിക്കേണ്ടത്. ഇസ്രായേലിനെ ശപിക്കാൻ വേണ്ടിയാണ് ബാലാക്ക് ബിലിയാം എന്ന പ്രവാചകനെ കൊണ്ടുവന്നത്. പണമൊക്കെ കൊടുത്താൽ കൊണ്ടുവന്നത്, ഒത്തിരി ചെലവ് ചെയ്താൽ കൊണ്ടുവന്നത്, ഒത്തിരി പണവും ഈ ബിലിയാമിന് കൊടുത്ത. പക്ഷേ അവസാനം ദൈവം തമ്പുരാൻ പിടിച്ചു. ഞാൻ പറയുന്നത് മാത്രമേ നീ പറയാവൂ എന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ ജനത്തെ കണ്ടിട്ട് ബലിയാം പറയുന്നുണ്ട്, ഈ ഇസ്രായേലിനെ ശപിക്കാൻ ആർക്ക് കഴിയും? ഇസ്രായേൽ അനുഗ്രഹിക്കപ്പെട്ടവരാന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പം ബാലാക്ക് ചോദിക്കുക, നിന്നെ കൊണ്ടുവന്ന് എന്നെ അനുഗ്രഹിക്കാൻ, അവരെ അനുഗ്രഹിക്കാനല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിലിയാം പറയുന്നൊരു വാക്കുണ്ട്, ദൈവം ശപിക്കാത്തവനെ ആര് ശപിക്കും? ദൈവം പ്രാകാത്തവനെ ആര് പിരാകും? ഞാനൊക്കത്തിൽ പിറാകിയാലും ഫലിക്കില്ല, ശപിച്ചാലും ഫലിക്കില്ല. അത് നമ്മൾ പ്രത്യേകിച്ച് അറിയണം. നമ്മളെപ്പോഴും ശാപം കിട്ടി എന്ന് പറയുന്നതല്ല, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ശാപം വരാത്തിടത്തോളം കാലം ശാപം ഫലിക്കില്ല, പ്രാക്കും ഫലിക്കുകയില്ല. ഇത് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ഇവിടെ പറയുന്നത് ദാവീദ് പറയുന്നത്, ദൈവം പറഞ്ഞു കാണും അവനോട് വന്ന് ശപിക്കാൻ, അവൻ ശപിക്കുന്നു. ഇത് വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് കഴിഞ്ഞിട്ട് ഞാൻ വാക്ക് ചുരുക്കുകയാണ്, ദീർഘിപ്പിച്ച് ഒന്നും പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് പറയുന്നു, ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. അവൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ദാവീദിൻ്റെ. ഞാനോ ദൈവത്തെ, ഈ സങ്കടങ്ങളെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും ഉച്ചയ്ക്കും കാലത്തും സങ്കടം ബോധിപ്പിച്ച് കരയും. ആ പ്രാർത്ഥനയുടെ ഇത് കണ്ടോ, നമ്മുടെ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എന്നെ താങ്ങും. പിന്നെ അവസാനത്തേക്ക് വരുമ്പോൾ നീണ്ടതായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അവിടെ പറയുന്നു, ദാവീദ് ഒരു സാക്ഷ്യം പറയുന്നുണ്ട്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ഒരു നാളും അവൻ സമ്മതിക്കില്ല. ദാവീദിൻ്റെ ആശ്വാസം എന്ന് പറഞ്ഞാൽ, അത് പറയുമ്പോൾ ഒരു പക്ഷേ
പുത്രനാണെങ്കിലും പുത്രൻ അഹങ്കാരത്തോട് കയറി വന്ന് അപ്പനെ ഓടിക്കുകയാണ്. വാത്സല്യത്തോട് വളർത്തി അപ്പനെ ഓടിക്കുമ്പോൾ അവൻ ഓമനയോടെ കരുതിയിരുന്ന അവൻ്റെ തലമുടി, അവൻ വലിയ ലാളിച്ച് ഭയങ്കര നീളമുള്ള തലമുടിയാണ്. അത് കരുവേലകത്തേൽ കുരുങ്ങുകയാണ്. തൂങ്ങിക്കിടന്ന് അവനെ യോവാബ് വെട്ടിക്കൊല്ലുകയാണ്. അത് ദാവീദ് അറിയാതെ ചെയ്യുന്ന കാര്യമാണ്. അറിഞ്ഞ് ചെയ്തിരുന്നെങ്കിൽ സമ്മതിക്കുകയില്ലായിരുന്നു. പക്ഷെ വെട്ടിക്കൊള്ളുന്ന ആ ചരിത്രമാണ് നമ്മൾ കാണുന്നത്. അഹങ്കാരത്തിന് കൈയും കാലും വെച്ചാൽ, അനീതിക്ക് കൈയും കാലും വെച്ചാൽ ഇതാണ് നമുക്കുണ്ട അവസ്ഥ. അതേസമയം നമ്മുടെ ഭാരം യഹോവയുടെ മേൽ വെച്ചാൽ അവൻ നമ്മെ പുലർത്തും, അവൻ നമ്മെ വളർത്തും, അവൻ നമ്മെ നടത്തും. ആ അനുഗ്രഹമായ നടത്തിപ്പും കാവലും മുന്നോട്ടുള്ള പ്രയാണത്തിന് നിങ്ങൾക്കിടയാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും കൈമുത്തി പിരിയാം. രാവിലെ 8 മണിക്ക് നമസ്കാരം.